നമസ്കാരം. നമ്മുടെ രാജ്യം ഏറ്റവും കൂടുതൽ കാലം ഭരിച്ച കോൺഗ്രസ് പാർട്ടി ചരിത്രത്തിൽ തന്നെ ഏറ്റവും കുറവ് സ്ഥാനാർത്ഥികളെ പൊതു തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കുന്നത് ഇത്തവണയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ എണ്ണം 400-ൽ താഴെയാകുന്നത്. 543 അംഗ ലോക്സഭയിൽ 328 സ്ഥാനാർത്ഥികളെ മാത്രമേ കോൺഗ്രസ് ഇക്കുറി കളത്തിലിറക്കുന്നുള്ളൂ. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 421 സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നു. 2014 464, 2009 440 സീറ്റുകളിലാണ് കോൺഗ്രസ് മത്സരിച്ചിരുന്നത്. 2004 417 സ്ഥാനാർത്ഥികളായിരുന്നു കോൺഗ്രസിന് ഉണ്ടായിരുന്നത്. 421 സ്ഥാനാർത്ഥികളെ ഇറക്കിയിട്ടും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 52 പേരെ മാത്രമേ വിജയിപ്പിക്കാൻ കോൺഗ്രസിന് സാധിച്ചുള്ളൂ എന്നത് മറ്റൊരു ചരിത്രം. എന്തായാലും പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായ INDA മുന്നണിയുടെ ഭാഗമായതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന് രാജ്യതലത്തിൽ ഇത്തവണ വലിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവേണ്ടി വന്നത്. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിച്ച 101 സീറ്റുകളാണ് ഇത്തവണ INDA മുന്നണിയിലുള്ള സഖ്യകക്ഷികൾക്ക് വേണ്ടി വിട്ടു നൽകിയിരിക്കുന്നത്. ഉത്തർപ്രദേശ്, അതിനോടൊപ്പം തന്നെ പശ്ചിമ ബംഗാൾ, ബീഹാർ, മഹാരാഷ്ട്ര, തമിഴ്നാട് തുടങ്ങിയ വലിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന് സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഈ 5 സംസ്ഥാനങ്ങളിലുമായി ആകെ 249 ലോക്സഭാ സീറ്റുകളാണുള്ളത്. UP-യിൽ 80 സീറ്റുകൾ, ബംഗാളിൽ 42, ബീഹാറിൽ 40 സീറ്റ്, തമിഴകത്ത് 39, മഹാരാഷ്ട്രയിൽ 48 എന്നിങ്ങനെ ആണ് ഈ സീറ്റുകളുടെ എണ്ണം എന്ന് പറയുന്നത്. ഇതിൽ തമിഴ്നാട്ടിൽ 14 സീറ്റുകളിലും, ഉത്തർപ്രദേശിൽ 17 സീറ്റുകളിലും, ബീഹാറിൽ 12 സീറ്റുകളിലും, ബംഗാളിൽ 14 സീറ്റുകളിലും, മഹാരാഷ്ട്രയിൽ 17 സീറ്റുകളിലും മാത്രമേ കോൺഗ്രസ് ഇക്കുറി മത്സര രംഗത്തുള്ളൂ. സമാനമായി തന്നെ ദില്ലി, ഹരിയാന, ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലൊക്കെയും മറ്റ് സഖ്യകക്ഷികൾക്ക് വേണ്ടി കോൺഗ്രസിന് വലിയ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അവിടെയൊക്കെ സഖ്യകക്ഷികൾക്ക് വേണ്ടി കോൺഗ്രസ് സീറ്റ് കൈമാറിയിട്ടുണ്ട്. എന്തായാലും ഈ സംസ്ഥാനങ്ങളിലൊക്കെയും കോൺഗ്രസിനെ കടത്തി വെട്ടിക്കൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ പോകുന്നത് ഈ INDA മുന്നണിയിലുള്ള മറ്റു പാർട്ടികൾ തന്നെയാവും. അന്തിമ ഫലം വരുമ്പോൾ കോൺഗ്രസ് എത്ര നേട്ടം കൊയ്യും എന്നുള്ള വലിയ ആകാംക്ഷ നേതൃത്വത്തിനുണ്ട് താനും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.